നിങ്ങളിപ്പോ കണ്ട വീഡിയോ ഞാൻ എന്റെ ഫാമിലിയും മരടിലുള്ള വയലാട് മഹേന്ദ്രയ്ക്ക് നമ്മുടെ പുതിയ B6 വണ്ടി എടുക്കാൻ ഷോറൂമിൽ പോയപ്പോ അവിടെ ചില ബാഡ് എക്സ്പീരിയൻസ് ആണ്. നമ്മളവിടെ പോയി കാർ ഡെലിവറി ചെയ്യുന്ന സമയത്ത് കർട്ടൻ റൈസർ ഇല്ല. കർട്ടൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിറ്റേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കർട്ടൻ റൈസർ വേണം നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. 31 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഈ വണ്ടി എടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ അവർ അറേഞ്ച് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ആ വണ്ടി ആ സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത്. വണ്ടിയിൽ നിന്ന് നോക്കിയപ്പോൾ മൊത്തം സ്ക്രാച്ച്. അപ്പൊ ഈ രണ്ട് കാര്യം നമ്മുടെ എക്സിക്യൂട്ടീവ് സ്റ്റാഫിനോട് നമ്മൾ പറഞ്ഞപ്പോൾ ബാക്കിത്തെ സ്റ്റാഫുകളൊക്കെ വന്നിട്ട് കർട്ടൻ റൈസറിൽ ഇട്ട് കൊടുക്കുക അങ്ങനത്തെ ഒരുമാതിരി വർത്താനം. അപ്പൊ നമ്മളും റേസ് ആയി, നമ്മൾ ഇത്രയും പൈസക്ക് വണ്ടി എടുക്കാൻ വന്നിട്ട് എന്തിനാ നമ്മൾ ഇവരുടെ വായിക്കുന്ന കേൾക്കുന്നത്. അപ്പൊ അവിടുത്തെ സ്റ്റാഫ് വേണമെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോടാ, അങ്ങനെ നമ്മൾ റേസായി. ആ സമയത്ത് ആ ഡയലോഗ് പറഞ്ഞപ്പോ അങ്ങനെ അവര് റേസായി. അവരൊരു 5 സെക്കൻഡിനുള്ളിൽ മൊത്തം ആൾക്കാർ നമ്മളെ അടിക്കുന്ന രീതിയിലാണ് വന്നത്. ആ ഗുണ്ടകളെ പോലെയാണ് അവർ പെരുമാറുന്നത്. ആ സമയത്ത് ഞാൻ എന്റെ ഫാമിലി ഫ്രണ്ട്സും എല്ലാരും ഒരു സർക്കിളില്, ബാക്കി അവര് ഫുള്ള് നമ്മളെ വളഞ്ഞിട്ട്. ഫസ്റ്റ് ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം നമ്മള് പോലീസിനെ വിളിച്ചു, ഇങ്ങനെ ഇൻഫോം ചെയ്തു ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഷോറൂംമാര് നമ്മളായിട്ട് റോങ് ആണെന്ന്. ആ സമയത്ത് മാനേജർ വന്ന് നമ്മൾ റൂമിൽ കൊണ്ടുപോയി അവിടുന്ന് ഓൾമോസ്റ്റ് സ്ക്രാച്ചുകളൊക്കെ മാറ്റി തരാം, അവളുടെ മിസ്ബിഹേവിന് സോറി എന്ന് നമ്മളോട് പറഞ്ഞു. അങ്ങനെ കുറെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ, പിന്നെ മാനേജർ പറഞ്ഞു കർട്ടൻ റൈസർ നമ്മൾ സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു. കർട്ടൻ റൈസർ ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങോട്ട് പോയപ്പോ വീണ്ടും ഇവന്മാര് നമ്മൾ പ്രൊവോക്ക് ചെയ്യുക, അവിടെ നിന്ന് ആക്ഷൻ കാണിക്കുക. ഒരുത്തൻ അതിൽ തുണി പൊക്കി കാണിച്ചിട്ട് എന്റെ ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് വിളിച്ച്. ഇങ്ങനെയാണ് ഒരു സ്റ്റാഫ് വണ്ടി എടുക്കാൻ വന്നിട്ട് നമ്മളോട് പെരുമാറേണ്ടത്. നമ്മള് പൈസയും കൊടുക്കുന്നതാണ് ഇവരെ വായിരിക്കുന്ന തെറിയും കേൾക്കണം. എന്തായാലും നിങ്ങൾ അവിടെ പോകുമ്പോൾ സൂക്ഷിക്കുക. വയലാട് മഹേന്ദ്ര മരടിലുള്ളത്. അതേപോലെ മാനേജ്മെന്റ് പക്ക ഫ്ലോപ്പാണ്. കാരണം ഒരു പ്രശ്നം ഉണ്ടായി ഓൾറെഡി. രണ്ടാമത്തെ പ്രശ്നം അവിടെ ഉണ്ടാവാൻ പാടില്ല. ഒന്നാമത്തെ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, രണ്ടാമത്തെ പ്രശ്നം അവിടെ വരാനും പാടില്ല. പക്ഷെ മാനേജർ പറയണൊന്നും ആരും കേൾക്കണില്ല, സ്റ്റാഫുകൾ കേൾക്കണില്ല. അല്ല നമ്മള് രണ്ടാമത് പോലീസിനെ വിളിച്ചിട്ടാണ് വണ്ടി ഇറക്കി കൊണ്ടുപോയത്. പിന്നെ നമ്മൾ സ്ക്രാച്ച് ഒക്കെ ഓൾറെഡി മാറ്റി തരാന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ വീട്ടിലെത്തിയിട്ട് ബാക്കിത്തെ ലെഫ്റ്റ് സൈഡത്തെ ഡോറ് ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റുന്നില്ല, പുറത്തുനിന്ന് തുറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ലീഗലായിട്ട് പോയിട്ടുണ്ട്, മരട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മള് കൺസ്യൂമർ കോർട്ടിലും കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആർക്കും ഇങ്ങനത്തെ ഒരു ഗതികേട് വരരുത്. നമ്മളൊരു ലൈഫിലത്തെ ഒരു പ്രഷ്യസ് മൊമെന്റ് ആണ്. ആദ്യമായിട്ടാണ് നമ്മളെ വീട്ടിൽ ഒരു കാർ എടുക്കുന്നത്. നമ്മൾ ഫാമിലി ആയിട്ട് വന്നിട്ട് നമ്മൾ ഇൻസൾട്ട് ചെയ്ത് വിടുക ചെയ്തവര്. അതാണ് നിങ്ങൾ സൂക്ഷിക്കുക. വയലാട് മഹേന്ദ്ര മരടിക്ക് പോകുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. ഞാനിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളുമായി ഡയറക്റ്റ് ബന്ധമൊന്നുമില്ലാത്തൊരു വീഡിയോ ആണ് ആദ്യം നിങ്ങളെ കാണിച്ചത്. അവിചാരിതമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാണ്. ഒരു കുടുംബം ആദ്യമായിട്ട് ഒരു പുതിയ വണ്ടി വീട്ടിലേക്ക് വാങ്ങാൻ വേണ്ടി, ഡെലിവറി എടുക്കാൻ വേണ്ടി ഷോറൂമിലേക്ക് ചെല്ലുകയാണ്. അവർക്ക് നേരിട്ട ദുരനുഭവമാണ്. ചെറിയൊരു കാര്യത്തിൽ തുടങ്ങിയ വഴക്കാണല്ലോ എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് വിചാരിക്കും, അങ്ങനെയൊന്നും അല്ലെന്നേ. ഒരു വണ്ടി ഡെലിവറി എടുക്കുക, അതിൻ്റെ വീഡിയോ എടുക്കുക, അത് ആളുകളെ കാണിക്കുക, ഒരു അച്ചീവ്മെൻറ്റ്, അതേപോലെ തന്നെ അവരുടെ ആ ഒരു സന്തോഷം, അതൊക്കെ പങ്കുവയ്ക്കുക എന്നൊക്കെ ഉള്ളത് ഇന്നത്തെ ആളുകളുടെ ഒരു സന്തോഷമാണ്. അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അവിടെയുള്ള എല്ലാ ആളുകളും കൂടെ, ആ ഷോറൂമിലുള്ള എല്ലാ ആളുകളും കൂടെ ചുറ്റിനും നിന്ന് തിരുവാതിര തുള്ളിയാൽ പോലും അധികമാണ്. അത്രയധികം പണം മുടക്കിയിട്ടാണ് നമ്മളൊരു വണ്ടി വാങ്ങുന്നത്. ഇപ്പോൾ ഈ ഒരു റീലിൽ കാണിച്ച ഒരു പെർട്ടിക്കുലർ വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിലയുള്ള ഒരു വണ്ടിയാണ്. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ പൈസയുള്ള ആളുകൾ അങ്ങനെയുള്ളൊരു വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അവരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്ത് മോശമായിട്ടുള്ളൊരു നടപടിയാണ്. ഒരു 10-30 ലക്ഷം രൂപയുടെ വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു മിഡിൽ ക്ലാസ്സുകാരൻ വളരെയധികം ആഗ്രഹത്തോടെ ലൈഫിൽ സെറ്റിലായി എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഒരു വീടൊക്കെ വെക്കുന്നതിൻ്റെ തുകയാണ് കുറച്ച് കാലത്തേന് ഉപയോഗിക്കാൻ വേണ്ടി ഒരു വണ്ടിയൊക്കെ ഈടാക്കുന്നത്. അത്രയധികം മുടക്കി ഒരു വണ്ടി വാങ്ങുന്ന സമയത്ത് അവർക്ക് കിട്ടിയ വണ്ടിയുടെ അവസ്ഥ കണ്ടില്ലേ? ചുറ്റിന് സ്ക്രാച്ചസ്, അതേപോലെ തന്നെ ഷോറൂമിലുള്ള ആളുകളുടെ മോശം ബിഹേവിയർ, ആ ഒരു വണ്ടിയിൽ കംപ്ലയിൻസും ഉണ്ട്, ഡോറ് തുറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. സാധാരണയായിട്ട് പണ്ടൊക്കെ ആളുകൾ പുതിയ വണ്ടി എടുക്കുന്നത് ഈ വർക്ക്ഷോപ്പിൽ പോകാൻ മടിയായതുകൊണ്ടും പണികളെ പേടിച്ചിട്ടുമൊക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നേരെ തിരിച്ചാണ്. പുതിയ വണ്ടി എടുക്കുന്ന ആളുകളൊക്കെ എപ്പോഴും സർവീസ് സെൻ്ററിലും ഒരു 5-6 വർഷം പഴക്കമുള്ള വണ്ടികളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ വലിയ കുഴപ്പമില്ലാത്ത സമാധാനമായിട്ട് പോകുന്നതും കാണാം. ചില വീഡിയോസിൽ ഞാൻ പറയാറുള്ള ആ ഒരു ഡയലോഗ് വീണ്ടും ആവർത്തിക്കുകയാണ്.
ഈ വീഡിയോ സ്ഥിരം പ്രേക്ഷകർക്ക് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. വാഹനമൊക്കെ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക്, സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നാണ് ഈ ഒരു കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. പക്ഷേ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ജോലിയുടെയും കുടുംബത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് കാര്യങ്ങൾ പറയുന്നത്. എന്നെപ്പോലുള്ള ഒരാളുടെ വാക്കുകളായിരിക്കാം നിങ്ങളിൽ ഒത്തിരിയധികം ആളുകൾക്ക് ഉപകാരപ്പെടുന്നത് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊന്ന് പങ്കുവെക്കുകയാണ്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി വന്നത്, ഞാനൊരു പുതിയ വണ്ടി എടുത്ത്, ടാറ്റയുടെ ഒരു പുതിയ വണ്ടി എടുത്ത് വാങ്ങിച്ചു കൂട്ടിയ പണികളെക്കുറിച്ചിട്ട് പല വീഡിയോസിലായി ഞാൻ പറഞ്ഞിരുന്നു. ഒരു 4-5 വീഡിയോസ് ഉണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ട്. ശരിക്കും ആ ഒരു വണ്ടി വാങ്ങിയതിന് ശേഷം എനിക്ക് അധികം യാത്രകളൊന്നും ചെയ്യാൻ പറ്റിയില്ല. ലോങ് ഒന്നും ഞാൻ വിശ്വസിച്ച് ആ വണ്ടി കൊണ്ട് പോകാറുണ്ടായിരുന്നില്ല. വഴിയിലൊക്കെ കിടന്നും അതേപോലെ തന്നെ വർക്ക്ഷോപ്പിലൊക്കെ കിടന്നും സർവീസ് സെൻ്ററിൽ കിടന്നും കുറേയധികം കാശ് ആ വണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ആ ഒരു വണ്ടി എനിക്ക് സമ്മാനിച്ച ഓണർഷിപ്പ് എക്സ്പീരിയൻസ്, അതിൻ്റെ ട്രോമയിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് 1-2 മാസം എടുത്തു. എന്തൊക്കെയാണെങ്കിലും ഒരു 2-3 മാസങ്ങൾക്ക് മുൻപ് ഞാനത് കിട്ടിയ വിലയ്ക്ക് കൊടുത്ത് ഒഴിവാക്കി മനസമാധാനത്തിൻ്റെ പാതയിലേക്ക് വന്നു. അതിനുശേഷം ഏത് വണ്ടി എടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പല ആളുകളും ഇപ്പോഴും മെസ്സേജ് ചോദിക്കാറുണ്ട്, ചേട്ടാ ഏതാ വണ്ടി എടുത്തത്. വൈഫിൻ്റെ ഒരു ഇഗ്നീസ് കാറുണ്ട്, മാരുതി ഇഗ്നീസ്, അതൊക്കെ ആയിരുന്നു ഓടിച്ചുകൊണ്ട് നടന്നത്. അപ്പോൾ അതിങ്ങനെ ഓടിച്ചുകൊണ്ടൊക്കെ നടന്ന് പതുക്കെയാണ് ഞാൻ മറ്റൊരു വണ്ടിയിലേക്ക് എത്തിയത്. പല ഓപ്ഷൻസ് നോക്കി. ഇന്നോവ ക്രിസ്റ്റ ആദ്യം മൈൻഡിലേക്ക് വന്നു. പിന്നെയാണ് മനസ്സിലായത് അതിന് ഡീസൽ ഓട്ടോമാറ്റിക് ഇല്ല. അതേപോലെ തന്നെ BS6-ൻ്റെ ആ ഒരു ആഡ് ബ്ലൂ ഒഴിക്കുന്ന പരിപാടിയൊന്നും അത്രയധികം എനിക്ക് സുഖകരമായിട്ട് തോന്നിയില്ല. ഓൾറെഡി ഒരു BS6 വണ്ടി കൊണ്ടു നടന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് BS6 ഡീസൽ വേണ്ട എന്ന് വെച്ചു. അതിനുശേഷം ഇന്നോവ ഹൈക്രോസിന് വലിയ വില വ്യത്യാസമില്ല എന്നുള്ളത് മനസ്സിലായി. അതിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെയാണ് ആ ഒരു വലിയ കാര്യം നമ്മൾ ചിന്തിക്കുന്നത്. വലിയ തുകയാണ് ഈ വണ്ടികൾക്കൊക്കെ, 10-36 ലക്ഷം രൂപയാണ്. നമ്മുടെ കയ്യിലുള്ള കുറേ പൈസയൊക്കെ കൊണ്ടേ കൊടുക്കുക ഡൗൺ പേയ്മെൻ്റ് ആയിട്ട്, ബാക്കി തുക EMI അടയ്ക്കാം, ലോങ് ടൈമിലേക്ക് റിലയബിൾ ആയിട്ടുള്ള ഒരു വണ്ടി യൂസ് ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഓപ്ഷനിലേക്ക് പോകുന്നത്. പക്ഷേ വീണ്ടും എത്ര ആലോചിച്ചിട്ടും അത്ര തുക ഞങ്ങൾ 2 ആളുകൾ, ഞാനും വൈഫും മാത്രം സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന് വേണ്ടി മുടക്കുന്നതിനോട് യോജിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു തീരുമാനം മാറ്റി. പിന്നീട് നെക്സ്റ്റ് ഓപ്ഷൻ ടൊയോട്ടോ ഹൈ റൈഡർ, ഒരു ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, നെക്സോണിൽ നിന്നൊക്കെ നമ്മൾ മാറിയിട്ട് പിന്നെ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി എന്നുള്ള രീതിയിൽ ഹൈ റൈഡറിനെ നോക്കി. അപ്പോൾ ഹൈ റൈഡറിൻ്റെ ഹൈബ്രിഡിനും 20 ലക്ഷത്തിന് മുകളിലാണ് വില. 20 ലക്ഷത്തിന് മുകളിൽ ഒരു വിലയൊക്കെ കൊടുത്തിട്ട് നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ വാഹനത്തിൻ്റെ അതേ സൈസൊക്കെ ഉള്ള, എന്നാൽ അത്രയൊന്നും ഓടിച്ചപ്പോൾ സുഖം തോന്നാത്ത ഒരു വണ്ടി എടുക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. സുഖം ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പെട്രോൾ ഹൈബ്രിഡിൻ്റെ ഓരോ ആളുകളുടെ ഒരു പേഴ്സണൽ ചോയ്സാണ് കേട്ടോ. എനിക്കെന്തോ ആ ഒരു വില അനുസരിച്ചിട്ട് ആ ഒരു വണ്ടി ഓടിച്ച് എന്നെ കൊണ്ട് മുതലാക്കാമെന്നോ അല്ലെങ്കിൽ ആ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ എന്തെങ്കിലും കിട്ടുമെന്നോ തോന്നാത്തതുകൊണ്ട് ഞാൻ ആ ഒരു ഓപ്ഷന് മാറ്റിവെച്ചു. പിന്നെ ഈ ഇഗ്നീസ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, മാരുതിയുടെ ഒരു ഓണർഷിപ്പ് എക്സ്പീരിയൻസ് നല്ലതായതുകൊണ്ട് തന്നെ, നെക്സായുടെ ഒരു എക്സ്പീരിയൻസ് നല്ലതായതുകൊണ്ട് തന്നെ ഗ്രാൻഡ് വിറ്റാറ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളൊരു വാഹന പ്രേമി കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഓൾ വീൽ ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അതിലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ അതിനും 20-ന് മുകളിലാണ് വില. അപ്പോൾ അതെടുക്കണോ എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നപ്പം മൊത്തത്തിൽ നമ്മുടെ കിളി പോയി. പിന്നെ ഞാൻ അവസാനം ഒരു അനുമാനത്തിലേക്ക് എത്തി. ഇപ്പോൾ എന്നെപ്പോലെ ഒരാളുകളുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സുകളാണ്. എന്നെപ്പോലെ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലേക്കുള്ള വണ്ടികളൊന്നും നിലവിലില്ല. എന്തോ എനിക്ക് പറ്റാത്ത ഒരു പ്രശ്നം ഇപ്പോഴത്തെ വാഹന വിപണിയിലുണ്ട്. വളരെ ലിമിറ്റഡ് ഓപ്ഷൻസ്, കാണുമ്പോൾ കുറേ വണ്ടിയുണ്ട്, പക്ഷെ അമിതമായിട്ടുള്ള വില, എന്നാൽ ആ വിലയ്ക്ക് അനുസരിച്ചുള്ള സാധനങ്ങളൊന്നുമില്ല. ഇപ്പോൾ മാരുതിയും ടൊയോട്ടോയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ബാഡ്ജൊക്കെ മാറ്റി ഒട്ടിച്ചും തിരിച്ചുമൊക്കെ കുറേ വണ്ടി കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട്. ഹൈക്രോസ് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള വണ്ടികളാണ്. ഇപ്പോൾ മാരുതിയുടെ വണ്ടികൾ ഇപ്പോൾ നെക്സയിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, എന്നാലും ബാക്കി വണ്ടികളൊന്നും നമുക്കത്ര ഈ കൊടുക്കുന്ന പൈസക്കുള്ള ഒരു മുതലായിട്ടൊന്നും തോന്നുന്നില്ല. പണ്ടത്തെ ആ ഒരു സ്വിഫ്റ്റിൻ്റെ ലുക്കൊക്കെയാണ് എനിക്കിപ്പോഴും ഇഷ്ടം. ഇപ്പോഴത്തെ സ്വിഫ്റ്റിൻ്റെ വിലയൊക്കെ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഈവൻ ഇഗ്നീസ് പോലും 50 ലക്ഷം രൂപ ഓഫറിൽ ഫുൾ ഓപ്ഷൻ വണ്ടി ഓൺ റോഡ് വന്നപ്പോഴത്തേന് ആയതാണ്. ഭയങ്കര വിലയാണ്. ഇന്ത്യൻ ബ്രാൻഡുകളാണ് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ളത്. പക്ഷേ എനിക്കൊരു ധൈര്യമില്ല കേട്ടോ. ഇനി ഞാൻ ജീവിതത്തിൽ ഒരു ഇന്ത്യൻ ബ്രാൻഡിലേക്ക് പോകുമെന്ന് ചിന്തിക്കുന്നത് തന്നെ ഇല്ല. ഈ ടാറ്റയുടെ ഒരു എക്സ്പീരിയൻസും ഉണ്ട്. അതേപോലെ തന്നെ എനിക്ക് പരിചയമുള്ള ആളുകളോടൊക്കെ പറയാറുണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത്ര ഫീച്ചേഴ്സ് ഉള്ളൊരു വണ്ടിയൊക്കെ ആകുമ്പോഴത്തേന് ആ ഒരു ഫീച്ചേഴ്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാമല്ലോ. ഇതൊക്കെ നന്നാക്കാൻ പറ്റുന്ന സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാൻഡുകളാണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കുക. കഴിഞ്ഞ ദിവസം ഹാരിയർ റിവ്യൂയുടെ ഒരു പരസ്യം വൈറലായി. തങ്ങൾപ്പാറയാണോ ഏതോ ഒരു പാറ, ഇപ്പോൾ പേരൊക്കെ മാറിയെന്ന് തോന്നുന്നു, ആ ഒരു പാറയുടെ മുകളിലേക്ക് ആ വണ്ടി ഓടിച്ച് കയറ്റുകയാണ്. വളരെ സ്കിൽഡായിട്ടുള്ള ഒരു ഡ്രൈവറാണ്, വണ്ടി അത്രത്തോളം കേപ്പബിൾ ആണ് എന്നൊക്കെ നമുക്ക് ആ ഒരു അഡ്വർടൈസിങ്ങിൽ നിന്ന് മനസ്സിലാവും. പക്ഷേ എൻ്റെ മൈൻഡിലേക്ക് വന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടാറ്റയുടെ വണ്ടിയാണ്. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്
ഇതിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും വാർണിംഗ് ലൈറ്റ് ഒക്കെ വന്നിട്ട് കംപ്ലീറ്റ് ഡിസ്പ്ലേ എല്ലാം കൂടെ ഷട്ട് ഡൗൺ ആയിട്ട് തവട്ട നിൽക്കുന്നത്. എന്ത് ചെയ്യും? അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടേ. അപ്പോൾ ഈ കംപ്ലീറ്റ് ഡിസ്പ്ലേ ഒക്കെ ഷട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ വണ്ടിയുടെ യാതൊരുവിധ ഇൻഫർമേഷനും ഇന്നത്തെ പല വണ്ടികൾക്കും വരാറില്ല. ഇപ്പോൾ എൻ്റെ നെക്സോൺ ആണെന്ന് പറഞ്ഞാൽ അതിന് ഡിജിറ്റൽ മീറ്ററാണ്. ഇപ്പോൾ ഫ്യൂവൽ ലെവല്, എത്ര കിലോമീറ്റർ ഓടി പോലുള്ള കാര്യങ്ങൾ, സ്പീഡോമീറ്റർ എല്ലാം ആ ഡിജിറ്റലാണ്. ആ ക്ലസ്റ്ററിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ യാതൊരു ഇൻഫർമേഷനും കിട്ടില്ല. അതേപോലെ തന്നെ മിററിൽ, ചുറ്റുപാടും ക്യാമറകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നല്ല പണം മുടക്കേണ്ടി വരും. ഇപ്പോൾ സാധാരണക്കാരൻ ഒരു പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇത് പലതും ടെസ്റ്റിംഗ് കണ്ടീഷനിലാണ്. ഇന്ത്യൻ ബ്രാൻഡുകളിലൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പല ടെസ്റ്റിംഗ് കണ്ടീഷനിലുള്ള വണ്ടികൾ നമ്മുടെയിലേക്കാണ് തരുന്നത്. നമ്മളിത് ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് കംപ്ലൈൻ്റൊക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഈ ഇല്ലാത്ത പൈസ മുടക്കി വണ്ടി വാങ്ങിച്ചിട്ട് ഇതിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഓടിത്തെളിഞ്ഞ ബ്രാൻഡുകളുടെ അത്യാവശ്യം നല്ല രീതിയിൽ വിറ്റുപോകുന്ന, വർഷങ്ങളായിട്ട് വിറ്റുപോകുന്ന വണ്ടികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. അതും ഇന്ത്യൻ ബ്രാൻഡുകളുടേതല്ല എന്നുണ്ടെങ്കിൽ. ഇന്ത്യൻ ബ്രാൻഡുകളുടെ പരിപാടി അറിയാമല്ലോ. എൻ്റെ വണ്ടിക്ക് പ്രശ്നമില്ലല്ലോ, നിൻ്റെ വണ്ടിക്കാണോ പ്രശ്നം? എൻ്റെ വണ്ടിക്ക് പ്രശ്നമുണ്ട്, നിൻ്റെ വണ്ടിക്ക് പ്രശ്നമില്ലല്ലേ? നമുക്ക് ഇടുന്ന പ്രശ്നമുള്ളതാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല. ടാറ്റയുടെ ഒരു ഓണർഷിപ്പ് എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അടുത്തായി എടുത്ത വണ്ടിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർഡ് എക്കോസ്പോർട്ട്. യൂസ്ഡ് കാറിലേക്ക് പോയി, ഫോർഡ് എക്കോസ്പോർട്ടിലേക്ക് പോയി. ആളുകൾ എന്തിക്കും നിർത്തിപ്പോയൊരു വണ്ടി, അതൊക്കെ ആരെങ്കിലും പോയി ഇപ്പോൾ എടുക്കുമോ? സത്യം പറഞ്ഞാൽ എനിക്കും ഈ ഫോർഡ് എക്കോസ്പോർട്ടിനെ കുറിച്ചിട്ട് അത്ര വലിയൊരു പഠനമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഒരു ലിസ്റ്റിലേക്ക് ആ ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. പണ്ട് എടുക്കാൻ നേരത്തെ അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്ത് അതിനത്രത്തോളം ഒരു പവർ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഞാൻ വളരെ കാലങ്ങൾക്ക് ശേഷം തപ്പി പിടിച്ച ഒരു ഫോർഡ് എക്കോസ്പോർട്ട് എടുത്തു. 2018 ലാസ്റ്റ് മോഡല് ഡീസൽ വണ്ടി. വളരെയധികം ഹാപ്പിയാണ്. 52,000 സംതിങ് ഓടിയ ഒരു വണ്ടിയാണ് ഞാൻ എടുത്തത്. അതിപ്പോൾ 60,000 കിലോമീറ്ററായി. ഒരു മാസം കഷ്ടിച്ചായതേ ഉള്ളൂ ഞാൻ എടുത്തിട്ട് എന്ന് എനിക്ക് തോന്നുന്നു. ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേയിലടക്കം ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്തു. നല്ല സമാധാനമുള്ള ഓണർഷിപ്പ് എക്സ്പീരിയൻസ്. ന്യൂ ജനറേഷൻ വണ്ടികളൊക്കെ എടുത്തിട്ട് എട്ടിൻ്റെ പണി കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ കഷ്ടപ്പെട്ടിരിക്കുന്ന ഒത്തിരിയധികം ആളുകളുണ്ട്. എല്ലാ ആളുകൾക്കും യൂട്യൂബ് ചാനലൊന്നുമില്ല. യൂട്യൂബ് ചാനലിലേക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ കുറേ ഫാൻസൊക്കെ വന്ന് ബഹളം വയ്ക്കും. അപ്പം അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് വിനീതമായിട്ടുള്ളൊരു സജഷൻ, നിങ്ങളൊക്കെ എടുത്ത് പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കുക. യൂസ്ഡ് മാർക്കറ്റിൽ നിന്ന് വലിയ കുഴപ്പമില്ലാത്ത ഈ ഒരു 2017, 18, 19 വണ്ടികൾ, ഏതെങ്കിലുമൊക്കെ വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാം. ആ ഒരു കാലയളവിൽ ഇറങ്ങിയ മിക്ക വണ്ടികളും വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. കാരണം അന്ന് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള പരിപാടികളൊന്നുമില്ല. സ്വിച്ച് ഇട്ടാൽ AC വരും, എല്ലാത്തിനും സ്വിച്ചുകളുണ്ട്. വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സ്വിച്ചുകളുണ്ട്. AC കൂട്ടാനും കുറയ്ക്കാനും ഓട്ടോമാറ്റിക്, ക്ലൈമറ്റ് കൺട്രോൾ, AC എല്ലാ പരിപാടികളും ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്വിച്ചിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ സ്വിച്ച് മാറി വെച്ചാൽ മതി. എന്തെങ്കിലും ഒരു പാർട്സ് കിട്ടാനായിട്ട് ദീർഘകാലം ഷോറൂമിൽ വണ്ടി ഇടേണ്ട ആവശ്യമില്ല, കാത്തിരിക്കേണ്ട ആവശ്യമില്ല. രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് വരും. ഏറ്റവും വലിയ പാർട്ട് പോലും അല്ല എന്നുണ്ടെങ്കിൽ എല്ലാ വർക്ക്ഷോപ്പിലും റെഡി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് സമാധാനപരമായിട്ട് പോകാം. ഇന്നത്തെ പല വണ്ടികളിലും 25 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഫീച്ചറുകളൊക്കെ വിത്ത് സ്വിച്ചൊക്കെ ഇപ്പോൾ ഒരു ലക്ഷറിയാണ്. വിത്ത് സ്വിച്ചസ് നമുക്ക് 2018, 19 മോഡൽ വണ്ടികളിൽ കിട്ടും. അപ്പോൾ ഈ ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിർത്തിപ്പോയ ഒരു കമ്പനിയാണ്. ഇന്ത്യയിൽ നിന്ന് നിർത്തിപ്പോയ ഒരു കമ്പനിയാണ്. ഇന്ത്യയിൽ അവരുടെ വണ്ടികൾ ഇപ്പോൾ ഇറങ്ങുന്നില്ല. എന്നാലും നല്ല സർവീസാണ്. എനിക്ക് നാട്ടിൽ കാഞ്ഞിരപ്പള്ളിയിൽ സർവീസ് സെൻ്റർ ഉണ്ട്, കോട്ടയത്ത് സർവീസ് സെൻ്റർ ഉണ്ട്, എല്ലായിടത്തും സർവീസ് സെൻ്റർ ഉണ്ട്. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭംഗിയായിട്ട് സർവീസ് ചെയ്ത് തരും. അവരുടെ ആ ഒരു സർവീസിൻ്റെ മേന്മയെ കുറിച്ചിട്ട് പറയുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, വണ്ടികൾ അധികം ഇറങ്ങുന്നില്ല, അധികം വണ്ടികൾ അവർക്ക് മാനേജ് ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഉള്ള കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ അവർക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കാം. ഈ സർവീസ് സെൻ്ററിൽ കൊടുത്തില്ല എങ്കിൽ കൂടെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു വർക്ക്ഷോപ്പിലും ഈ വണ്ടി നന്നാക്കാം. എനിക്കൊക്കെ ഏറ്റവും സൗകര്യപ്രദമായിട്ട് തോന്നിയത് അതാണ്. നമ്മളിൽ പല ആളുകൾക്കും അത്രയധികം കാത്തിരിക്കാനായിട്ടൊന്നും സമയമില്ലല്ലോ. നമുക്ക് ഈ വണ്ടി കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവേണ്ടതില്ലേ. രാവിലെ വണ്ടീനെ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ചീട്ട് വാങ്ങി വൈകിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ബില്ലടച്ച് ആ ഒരു പ്രോസസ്സൊന്നും വേണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് മാർക്കറ്റിൽ നല്ല വണ്ടികളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല വർക്ക്ഷോപ്പുകളിലും ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പരിപാടികളൊക്കെ തീർത്ത് വണ്ടി കണ്ടീഷനാക്കി കൈത്തരും. അല്ല വലിയ വല്ല പണികളുമാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 2 days നിങ്ങൾക്ക് പണി തീർത്ത് തരുന്ന വർക്ക്ഷോപ്സ് ഉണ്ട്. സ്പെയർ പാർട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഇഷ്ടം പോലെ സ്പെയർ പാർട്സ് ഡീൽ ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് നിങ്ങൾക്ക് വരുത്താം. മിക്കവാറും ഉള്ള ഇപ്പോൾ ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ ഫോർഡിൻ്റെയൊക്കെ പാർട്സ് മിക്കവാറും ഉള്ള വർക്ക്ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. അവരുടെ തൊട്ടടുത്തുള്ള ഡീലേഴ്സിൽ നിന്ന് അവരെടുത്ത് ഈസി ആയിട്ട് നമുക്ക് ചെയ്തു തരും. ടാറ്റയിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ടാറ്റ നെക്സോൺ എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വണ്ടിയാണ്. പക്ഷേ അതിൻ്റെ ഒരു പാർട്ടിന് പലപ്പോഴും 15 ദിവസവും 20 ദിവസമൊക്കെ കാത്തിരിക്കേണ്ടി വരാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഇറങ്ങാത്ത എക്കോസ്പോർട്ടിൻ്റെ പാർട്സ് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടും. എപ്പോഴും അവൈലബിൾ ആണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം വുഡ് മോയിന്ന് ഓർഡർ ചെയ്ത് വരുത്താനായിട്ടുള്ള താമസം, അല്ലെങ്കിൽ ഷോറൂമിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്തിക്കാനായിട്ടുള്ള താമസം. ഇത് പോരെ? ഒരു സാധാരണക്കാരന് വാഹനമൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇത് പോരെ? ഞാൻ മറ്റേ ടാറ്റയുടെ വീഡിയോ ഇട്ടപ്പോഴത്തേന് എന്തിൻ്റെ താഴെ ടാറ്റ ഫാൻസ് കമൻറ്റ് ഇട്ട ഇങ്ങനെയാണ്, ഇനി സേഫ്റ്റി ഇല്ലാത്ത മാരുതിയിലേക്ക് പോകാനായിരിക്കും. നിങ്ങൾക്കതേ പറഞ്ഞിട്ടുള്ളൂ.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റയുടെ വണ്ടി എടുക്കുന്നതിനേക്കാളും ലാഭം ഞാൻ അടുത്ത് നോക്കി വെച്ചിരിക്കുന്നത് ഈ 250 ഒരു ബെൻസാണ്. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. ടാറ്റയുടെ വണ്ടി അഫോർഡ് ചെയ്യുന്ന ആളുകൾക്ക്, അത് മാനേജ് ചെയ്യാനായിട്ട് കോൺഫിഡൻസ് ഉള്ള ആളുകൾക്ക് ബെൻസ് എടുത്തുകൊണ്ട് നടക്കാം. ഇപ്പോൾ ഒരു 2016 വണ്ടി അല്ലെങ്കിൽ ഒരു 15 ബെൻസ് ഈ ക്ലാസ് ഒരു 10-12 ലക്ഷം രൂപയ്ക്കൊക്കെ ഡൽഹിയിൽ നിന്നൊക്കെ കിട്ടുകയെന്ന് വിചാരിക്കാം. നമ്മളൊരു 8-9 ലക്ഷം രൂപ നമ്മൾ ഇതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി മാറ്റി വെച്ചാലും നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു ബെൻസാണ്. അതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒന്നും വേറെ തന്നെയാണ്. അതേപോലെ തന്നെ അതിൻ്റെ കംഫർട്ട് ഒന്ന് വേറെ തന്നെയാണ്. അതിൻ്റെ ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെയാണ്. നാട്ടിൽ 24 അല്ലെങ്കിൽ 25 എടുത്ത് അല്ലെങ്കിൽ മറ്റേ നെക്സോൺ ഇലക്ട്രിക് അല്ലെ അങ്ങനെയുള്ള വണ്ടികൾ എടുക്കുന്ന ആ ഒരു തലവേദന ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ നല്ല മൈലേജ് ഉണ്ട്. മെയിൻ്റനൻസിന് വേണ്ടി അത്ര തുക നമുക്ക് മാറ്റി വയ്ക്കാനും പറ്റും. അത്ര ഒന്നും മെയിൻ്റനൻസ് വാരത്തില്ല എന്ന് വിചാരിക്കാം. ഫോർഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒട്ടും പിറകിലല്ല. നിങ്ങൾ ടാറ്റ നെക്സോണിൻ്റെ ഡോറും ഫോർഡിൻ്റെ ഡോറും ഒക്കെ ഒന്ന് തുറന്നു നോക്കണം. സ്റ്റേബിൾ ആയിട്ടുള്ള വണ്ടിയാണ്, നല്ല സോളിഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ആ വണ്ടിയുടെ വെയിറ്റ് കാരണം അതിന് ഇത്തിരി പവർ കുറവാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നന്നാവും എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. ട്യൂൺ ചെയ്യാനായിട്ടൊന്നും അത്ര ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ടും അതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിവില്ലാത്തതുകൊണ്ടും ഞാനത് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഭീമമായിട്ടുള്ള തുകയുമാണ്. പിന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറയണമല്ലോ. വണ്ടിക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്കോസ്പോർട്ടൊക്കെ ചോയ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് പറയേണ്ടതുണ്ടല്ലോ. ഒന്ന് കംഫർട്ട് എന്ന് പറയുന്നത് ഇപ്പം നെക്സോണുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കംഫർട്ട് ബാക്ക് സീറ്റിൽ വലിയ കാര്യമായിട്ട് ഇല്ല. അതിനോട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ കാര്യമായിട്ടില്ല. സ്റ്റിഫറാണ്. ആ ഒരു സ്റ്റിഫർ സസ്പെൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഡ്രൈവിംഗ് കംഫർട്ട് അടിപൊളിയാണ്. നമ്മൾ ഒരു കോർണറൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് വണ്ടി ഭയങ്കര സ്റ്റേബിളാണ്. ഗട്ടറൊക്കെ ചാടുമ്പോഴത്തേന് നല്ല കുലുക്കം അകത്ത് ഫീൽ ചെയ്യും. പിന്നെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പവർ. തേർഡ് ഗിയറിലൊന്നും പിന്നെ നമുക്ക് അത്രയധികം പവർ ഈ റേഞ്ചിലുള്ള വണ്ടികൾക്കില്ല. അപ്പോൾ ആ ഒരു വണ്ടികളിൽ ഏറ്റവും പിന്നിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്കോസ്പോർട്ടിൻ്റെ ഒരു പവർ. പക്ഷേ ഒന്ന് ഓടിച്ച് സെറ്റായി കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു വണ്ടിയുടെ രീതിക്ക് അനുസരിച്ചിട്ട് ബാക്കിയുള്ള വണ്ടികളോട് കിടപിടിക്കുന്ന രീതിയിൽ ഓടിക്കാനായിട്ട് പറ്റും. ഇതിനോടൊപ്പം പറയേണ്ട കാര്യമുണ്ട്, ഈ പവറൊക്കെ ഇത്തിരി കുറവാണെങ്കിലും മൈലേജ് കാര്യമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹൈവേ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 22 നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. 22 മുകളിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. എൻ്റെ വണ്ടിക്ക് 22 മുകളിലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ലോങ് ട്രിപ്പ് പോയ സമയത്ത്. ഇനിയിപ്പോൾ നാട്ടിലൊക്കെ ഓടിക്കുന്ന സമയത്ത് ഉറപ്പായും നിങ്ങൾക്കൊരു 19.5 ഡീസൽ മൈലേജ് കിട്ടും. അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇത്ര അധികം മൈലേജ് കിട്ടും, ഇത്രയധികം ഡീസൽ കത്തുമ്പോൾ നിങ്ങൾക്ക് അഡ്ബ്ലൂ ഒഴിക്കേണ്ട, നിങ്ങളുടെ DPF ക്ലോഗോ ആകത്തില്ല. വളരെ സുഖകരമായിട്ടുള്ള പരിപാടിയാണ്. ഇനി സർവീസ് കോസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ഒത്തിരി തെറ്റിദ്ധാരണ ഉള്ള കാര്യമാണ്. എനിക്കുണ്ടായിരുന്നു. ഇന്ത്യൻ ബ്രാൻഡുകളെക്കാട്ടിലും കൂടുതലാണ് ഫോർഡിൻ്റെ മെയിൻ്റനൻസ്. അല്ല, ഫോർഡിൻ്റെ മെയിൻ്റനൻസ് ഇന്ത്യൻ ബ്രാൻഡുകളെക്കാട്ടിലും വളരെ താഴെയാണ്. ഈ എക്കോസ്പോർട്ടിൻ്റെയൊക്കെ ഓയിലൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോർമൽ സർവീസിൽ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സർവീസ് ഒരു 7000 രൂപയൊക്കെ ആവത്തുള്ളൂ. നെക്സോണ് 10-15 കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഒട്ടും നന്നാവുമോ? അതുമില്ല. ഇപ്പോൾ എൻ്റെ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ അദ്ദേഹം ഫോർഡ് എൻഡവറാണ് യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിനും വളരെ തുച്ഛമായിട്ടുള്ള സർവീസ് കോസ്റ്റേ വരാറുള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളിലും ഓക്കെയാണ്. ഞാൻ ഫോർഡ് എക്കോസ്പോർട്ട് എന്നുള്ളത് മാത്രമല്ല പറയുന്നത്, ആ ഒരു കാലയളവിൽ ഇറങ്ങിയ ഈ ഒരു കോമ്പാക്ട് SUV ടൈപ്പിലുള്ള കുറച്ച് വണ്ടികളുണ്ട്. നല്ല വണ്ടികളാണ്. അധികം ഓടാത്ത വണ്ടികളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഓടിയ വണ്ടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തതാണെന്നുണ്ടെങ്കിൽ, ഓടാത്ത വണ്ടികളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടികളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സമാധാനമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഇത്തിരി പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും നോക്കാനില്ല. അതേപോലെ തന്നെ നമ്മൾ ഈ ഒത്തിരി ഫീച്ചേഴ്സുള്ള പുതിയ ഇന്ത്യൻ നിർമ്മിത വണ്ടികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടന്നതുകൊണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം പോയി കഴിഞ്ഞാലും മാറിക്കോ കംപ്ലീറ്റ് ആയിട്ട് എന്ന് പറയാനുള്ള കോൺഫിഡൻസ് വരെ ഉണ്ട്. ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാം. ഇട്ടിത്തിളങ്ങുന്ന പുതിയ പെയിൻറ്റിങ് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത്തിരി ഒരഞ്ഞാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പുതിയ വണ്ടികളൊക്കെ കൊണ്ട് നടക്കുമ്പോൾ ഒരയോ തട്ടോ മുട്ടോ എന്തൊക്കെ ടെൻഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള മനസമാധാനപൂർണ്ണമായിട്ടുള്ള ഡ്രൈവിലേക്ക് നിങ്ങളും വരാൻ വേണ്ടിയാണ് ചില ടിപ്സ് എൻ്റെ അറിവിൻ്റെ ഒരു പരിമിതിയിൽ നിന്ന് ഞാൻ പറയുന്നത്. ഈ വർഷങ്ങളിൽ ഏറ്റവും വൈസായിട്ടുള്ള ഡിസിഷൻ നിങ്ങൾ യൂസ്ഡ് മാർക്കറ്റിൽ നിന്ന് നല്ല ഒരു യൂസ്ഡ് കാർ എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പുതിയ വണ്ടികൾ എടുക്കുന്നത് വളരെയധികം കഷ്ടമാണ്. അത്രയധികം പൈസ മുടക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് എങ്ങനെയാണ് ഇവിടെയുള്ള ആളുകൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഷോറൂമിലുള്ള ആളുകൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഫുള്ള് ടച്ച് ഡിസ്പ്ലേ പരിപാടികൾ നമ്മളിൽ പല ആളുകൾക്കും അറിയാം. ഫോണൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ, സ്മാർട്ട് വാച്ചൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേ ഏതെങ്കിലും സംഗതിയൊക്കെ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ സാധനം നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സെറ്റപ്പ്. കാരണം അത്രയധികം കോസ്റ്റ്ലി ആയിരിക്കും ആ ഒരു സാധനം മാറ്റി വയ്ക്കാൻ വേണ്ടി. അതിൻ്റെ ഒരു ചിപ്പ് ലെവൽ റിപ്പയറിംഗ് ഒന്നും പലപ്പോഴും ആരും ചെയ്യാറില്ല. മെനക്കേടാണ്. ഷോറൂമുകാരത് ചെയ്യുമോ? ഈ സാധനം ഇപ്പോൾ നിങ്ങളുടെ മീറ്റർ കൺസോൾ ഫുള്ളി ഡിജിറ്റലാണ്.
അത് ഓൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ അറിയും? ഇവൻ ഫ്യൂൽ അടിച്ച സംഗതികൾ പോലും അറിയണ്ടേ? അപ്പോൾ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് ഇല്ലാതെ നമ്മുടെ പഴയ വണ്ടികൾ കൊണ്ടു നടക്കുന്നത് പോലെ നമുക്ക് പണമില്ല എന്നുണ്ടെങ്കിൽ വണ്ടിക്കും ദാരിദ്ര്യം എന്ന് പറയുന്ന രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റില്ല. കാരണം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വഴിയിൽ ലോക്കായി കിടക്കും, അവർ വന്ന് എടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ 2018, 19 വണ്ടികൾ അല്ലെങ്കിൽ 17 വണ്ടികളൊക്കെ അതിന് മുമ്പോട്ടുള്ള വണ്ടികളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വാർണിംഗ് ലൈറ്റ് ഒക്കെ വരുമ്പോൾ എന്താണ് മനസ്സിൽ വരുന്ന ഒരു ഫീലിംഗ്? തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ കാണിക്കുക എന്താണെന്ന് അവർ റീഡ് ചെയ്ത് നോക്കുന്നു, ഇന്ന കംപ്ലൈൻ്റ് ആണെന്ന് പറയുന്നു. അവർ നമ്മളോട് പറയുന്നുണ്ട് സമയമുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്താൽ മതി എന്ന് വെച്ചാൽ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാം. പക്ഷെ ഇന്നത്തെ ഏത് വണ്ടികൾക്ക് അത്ര ഒരു ശക്തിയുണ്ട്? അവരവിടെ തന്നെ നിന്ന് പോകും. അവരിൽ പല ആളുകളും നമ്മുടെ സാമ്പത്തിക അവസ്ഥയ്ക്ക് കാത്തു നിൽക്കില്ല. അവർ പല മോഡിലേക്ക് പോകും. തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പുകാരനെ നന്നാക്കാൻ പറ്റില്ല, കമ്പനി കരിയണം, അവൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ നമ്മൾ കാത്തു നിന്ന് അവൻ വണ്ടി അയച്ച് അകത്ത് കയറ്റി വിടണം. നമുക്ക് ഇത് എങ്ങോട്ട് കയറ്റി വിടാനാണ്? ഒരു വർക്ക്ഷോപ്പുകാരനെ വിളിക്കാൻ നമുക്ക് പറ്റുമോ? ടോൾ ഫ്രീ നമ്പറിൽ കാത്തിരിക്കുന്ന ഒരു ദുരന്തം ഒന്ന് ആലോചിക്കണം. ടാറ്റയൊക്കെ ആണെങ്കിൽ ടോൾ ഫ്രീ നമ്പറിൽ ഒന്ന് കണക്ട് ചെയ്ത് നമ്മുടെ വണ്ടി ഓൺ റോഡ് അസിസ്റ്റൻസ് ഒന്ന് പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂറൊക്കെ എടുക്കും. ഇപ്പോൾ പുതിയൊരു വണ്ടി എടുക്കുന്നതിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ കണ്ടു. എന്തൊരു തലവേദനയാണ്. ഒന്നാമത് ഇതിന് മറ്റേ കൊച്ചിൻ്റെ പ്രസവം പോലെ നമ്മൾ ലേബർ റൂമിൽ കാത്തിരിക്കുന്ന പോലെ ദീർഘകാലത്ത് ഒരു കാത്തിരിപ്പുണ്ട്. അവരുടെ കയ്യെ കാലെ പിടിച്ച് വണ്ടി ഡെലിവറി എടുത്തതിന് ശേഷം ഇതിന് നമ്പർ പരിപാടികൾ, അതിനു മുമ്പ് ടാക്സ്, എത്ര രൂപ ടാക്സ് അടയ്ക്കണം ഇതിലേക്ക്, ഭീമമായിട്ടുള്ള ഇൻഷുറൻസും ടാക്സും. യൂസ്ഡ് വണ്ടിയൊക്കെ എടുക്കുമ്പോഴത്തേന് ലൈഫ് ടാക്സ് ഒക്കെ അടച്ച് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് പുതുതായിട്ട് എടുക്കുന്ന ആൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരാറില്ല. ഈ ഇൻഷുറൻസും ടാക്സും എടുത്ത് നമ്പരൊക്കെ ഇട്ട് ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസ്, തേർഡ് സർവീസ്, ഫോർത്ത് സർവീസ്, ഈ വണ്ടിയിൽ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇവരുടെ പുറകെ കിടക്കണം. അതേപോലെ ഇപ്പോഴത്തെ വണ്ടികളിലുള്ള അധിക ഫീച്ചേഴ്സ്, അതിൻ്റെ ഗ്ലിച്ചസ്, അത് വർക്കാവുന്നില്ല, ഇത് വർക്കാവുന്നില്ല, ഒന്ന് ഓടി തെളിയാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി അധികം സമയം നമ്മുടെ നഷ്ടപ്പെടുന്നുണ്ട്. ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത് ഭീമമായിട്ടുള്ള തുകയാണ് പുതിയൊരു വണ്ടി എടുക്കുന്ന സമയത്ത്. യൂസ്ഡ് മാർക്കറ്റിൽ നിന്ന് നല്ലൊരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിസ്സാര പൈസയേ ഉള്ളൂ. ഒരു ടാറ്റ നെക്സോൺ പുതുതായിട്ട് വാങ്ങുന്ന ആളൊരു 14 ലക്ഷം രൂപ കൊടുത്തെന്ന് വിചാരിക്കുക. ആ വണ്ടി ഒരു വർഷം കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 7-8 വല്ലോ കിട്ടത്തുള്ളൂ. ഇപ്പോഴും ഫോർഡ് എക്കോസ്പോർട്ടിനും ബ്രസയ്ക്കും ഒക്കെ 8-9 ലക്ഷം രൂപ യൂസ്ഡ് മാർക്കറ്റിൽ വിലയുണ്ട്. ശരിക്കും ഞാനെടുത്ത എക്കോസ്പോർട്ടൊക്കെ മാർക്കറ്റ് റേറ്റിനേക്കാളും 50,000 കൂടുതൽ ശരിക്കും പറഞ്ഞാൽ കൊടുത്ത് എടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നമ്മൾ ബാർഗെയിൻ ചെയ്യാനായിട്ട് പോവാത്തതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, ആ ഒരു കാലയളവിൽ അത്രയും കുറഞ്ഞ് ഓടിയ ഒരു ഡീസൽ വണ്ടി കിട്ടാനില്ല. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് ഒരു പേഴ്സണൽ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു നമ്പർ, എൻ്റെ നാട്ടിലെ നമ്പർ, കോട്ടയം നമ്പർ എന്ന് പറയുന്ന ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒത്തു വന്നപ്പോഴത്തേന് ഞാനത് എടുത്തു എന്നുള്ളതാണ്. അങ്ങനെ വണ്ടി എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ നമുക്കത് മാനേജ് ചെയ്ത് എടുക്കാൻ പറ്റും. വണ്ടി കൊടുക്കുന്നവനും നഷ്ടമില്ല, എടുക്കുന്നവനും നഷ്ടമില്ല. കൊടുക്കാൻ നേരത്ത് നമുക്കതൊക്കെ റിപ്പയർ ചെയ്ത് കൊടുക്കാം. പക്ഷേ അന്യായ ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ, അതും പല ഇന്ത്യൻ നിർമ്മിത വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നന്നാക്കി കൊടുക്കുക, അല്ലെങ്കിൽ എടുക്കുന്നവനതൊക്കെ നന്നാക്കി എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ടാസ്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വണ്ടി എടുക്കുന്ന ഒരു അത്യാവശ്യമായിട്ടൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വളരെയധികം ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക. ഒരു 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരു സാധാരണക്കാരനെ കൊണ്ട് ലോൺ എടുപ്പിച്ച് അതിൻ്റെ പലിശയൊക്കെ ഈടാക്കാൻ വേണ്ടിയും അതിൻ്റെ ടാക്സ് വാങ്ങാൻ വേണ്ടിയും ടോൾ അടപ്പിക്കാൻ വേണ്ടിയൊക്കെ ഉള്ള എന്തോ ഒരു ഗൂഢശ്രമമാണ് ഇപ്പോഴത്തെ ഒരു വാഹന വിപണിയൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വണ്ടിയൊക്കെ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഫീച്ചേഴ്സുള്ള വണ്ടികളെ കുറിച്ചിട്ട് ആലോചിക്കുന്ന സമയത്ത് തന്നെ ചിന്തിക്കാം, ഈ ഫീച്ചേഴ്സിൽ പണി വന്നു കഴിഞ്ഞാൽ ആരിത് നന്നാക്കും, നമ്മൾ ആരുടെ അടുത്ത് പോയി കയ്യെ കാലെ പിടിക്കണം. കുറേയധികം ഡിസ്പ്ലേ, കുറേയധികം സംഗതികൾ, ഇതൊന്നും എൻ്റെ പൈസ ഇല്ല നാളെ നന്നാക്കാം എന്ന് വിചാരിച്ചിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന സംഗതികളല്ല. അതേപോലെ തന്നെ ഇതെല്ലാം ഷോറൂമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാർട്സുകളാണ്. പുറത്തുനിന്നൊന്നും നമുക്ക് പുതിയ വണ്ടികളുടെ പാർട്സൊന്നും അവൈലബിൾ അല്ല. ഫീച്ചേഴ്സ് ഒത്തിരിയുള്ള വണ്ടികളുടെ പാർട്സുകൾ അവൈലബിൾ അല്ല. അവിടെ പോയി നമ്മൾ അവരുടെ കരിവിനായിട്ട് കാത്തു നിൽക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരിയധികം ഓപ്ഷൻസ് ഉള്ള, സർവീസിന് പോലും ഒത്തിരിയധികം ഓപ്ഷൻസ് ഉള്ള, അത്യാവശ്യം മെക്കാനിക്സിനൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വണ്ടികൾ യൂസ്ഡ് മാർക്കറ്റിൽ വളരെ സേഫ് ആയിട്ടുള്ള വണ്ടികൾ അവൈലബിൾ ആണ്. അതൊക്കെ ഒന്ന് നോക്കുക. മാക്സിമം ലോണൊക്കെ എടുക്കാതെ വണ്ടി വാങ്ങാനായിട്ട് ശ്രമിക്കുക. 10-25 ലക്ഷം രൂപ മുടക്കി വണ്ടി വാങ്ങുന്ന ഒരു വ്യക്തി 7 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 8 ലക്ഷം രൂപ 9 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ 25 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ എടുക്കുന്ന വണ്ടിയുടെ ഫീച്ചേഴ്സുള്ള വണ്ടി, നല്ല ക്ലീൻ വണ്ടിയൊക്കെ യൂസ്ഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഒരു 2-3 ലക്ഷം കൂടെ കൂട്ടി വെച്ചോളുക, വണ്ടി അവൈലബിൾ ആണ്. ആ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന വലിയ മെയിൻ്റനൻസ് ഒന്നും വരത്തില്ല. മറ്റേ വണ്ടി അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾ 25 ലക്ഷം രൂപയുടെ വണ്ടി എടുക്കുന്ന സമയത്ത് അത് ഇത്തിരി കൂടെ കാറ്റഗറി കയറ്റി അവർ വെച്ചിരിക്കുന്നത്. മറ്റേ മുകളിൽ നിന്ന് കറുത്ത തുണി അനാവരണം ചെയ്തിട്ടൊക്കെയാണല്ലോ നിങ്ങൾക്ക് വണ്ടി തരുന്നത്. അതനുസരിച്ചിട്ടുള്ള സർവീസ് ചാർജ് അതിന് ഉണ്ടാവും. അപ്പോൾ ഷോറൂമിൽ എക്സ്ട്രാ നിങ്ങൾ അവരുടെ ഇതും ലേബർ ചാർജും ഒക്കെ ആയിട്ട് എക്സ്ട്രാ കൊടുക്കുന്ന പൈസ കമ്പയർ ചെയ്യുന്ന സമയത്തും പലിശയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തും വലിയൊരു ഹ്യൂജ് സേവിങ്സ് ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. ആ വണ്ടി ഈ യൂസ്ഡ് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ എടുക്കുന്ന ഒരു വണ്ടി നല്ലതായിട്ട് വണ്ടി നോക്കി എടുക്കണം കേട്ടോ.
എടുക്കുന്ന ഒരു വണ്ടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ വലിയ വലിയ കടങ്ങളൊക്കെ എടുത്ത് തലയിലേക്ക് വെക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.